ഇന്ത്യയുടെ തെക്കേ അറ്റമായ കന്യാകുമാരി നിന്നും വടക്കേ അറ്റത്ത് വൈഷ്ണവദേവി കത്ര വരെ പോകുന്ന ഹിമസാഗർ എക്സ്പ്രസ് ആണ് ഈ വരുന്നത്. നമ്മളിനി യാത്ര കാശ്മീരിലോട്ടാണ്. 3 ദിനവും 3 രാത്രിയും കൊണ്ട് നമ്മൾ കത്ര റെയിൽവേ സ്റ്റേഷനിലെത്തും. സ്റ്റാർട്ടിങ്ങിൽ തന്നെ 1.5 മണിക്കൂർ ലേറ്റായിരുന്നു. കന്യാകുമാരി വന്നതിന് ശേഷം തൽക്കാൽ ടിക്കറ്റാണ് ഞങ്ങൾ എടുത്തത് കേട്ടോ. നേരത്തെ വെയിറ്റിംഗ് ലിസ്റ്റ് ആയിരുന്നു, അത് കൺഫേം ആയില്ല. എന്തായാലും സെക്കൻഡ് AC ആണ് കിട്ടിയത് കേട്ടോ. 4750 രൂപയാണ് സെക്കൻഡ് AC തൽക്കാലിന് നമുക്കായത്. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങൾ ട്രെയിനിലെ കാഴ്ചകളും സ്റ്റേഷനുകളും ഒക്കെ നമുക്ക് കാണാം. അപ്പം അനിയനൊരാഗ്രഹം എന്നാ പറ, എന്താന്ന് വെച്ചാല് എന്ത് പേര് പറ. എത്രല്ല പഠിക്കുന്നു? 5-ലോ? എങ്ങനുണ്ട് യാത്ര? ഭയങ്കര തണുപ്പുണ്ട്. എങ്ങോട്ട് പോവാ? ഭോപ്പാലിൽ എന്തുവാ? വെഡിങ്. അടിപൊളി. കല്യാണം കൂടാൻ പോവാ. നോൺ വെജ് ആണോ വെജ് ആണ്? വെജ്, പ്യുവർ വെജ്. ഇവിടെ വലിയ തണുപ്പ് കുറവുണ്ട്. ഭോപ്പാൽ ഇൻഡസ്ട്രിയൽ സിറ്റിയാണ് ഭോപ്പാൽ എന്ന് പറയുന്നത്. അവിടെ വന്നിട്ടുണ്ട്. അപ്പൊ ഇനിയും കിടക്കുന്നേ ഉള്ളൂ. ഇനിയിപ്പോ ക്ലൈമറ്റ് എല്ലാം ഇനിയും ചേഞ്ച് ചെയ്യാൻ തുടങ്ങും. കൊള്ളാം, പക്ഷെ വൃത്തിയില്ല കേട്ടോ. എല്ലാം ഇതുണ്ട്. ബ്രെഡ് ഓംലേറ്റ് ആണ് വാങ്ങിച്ചേട്ടോ. ബ്രെഡ് മാത്രമേ ഉള്ളൂ. ഓംലേറ്റ് ഉണ്ട്. ചൂടൊക്കെ ഉണ്ട്. എന്തായാലും ട്രെയിനിലെ 2-3 ദിവസത്തെ ഭക്ഷണം കിടുവായിരുന്നു. പ്രാവശ്യം എന്തായാലും ഓൺലൈൻ വഴി ഫുഡ് വരുത്തി കേട്ടോ. ബിരിയാണി, നൂഡിൽസ് എന്തായാലും ഒന്ന് കഴിച്ചു നോക്കാം. 1-2 ദിവസം ട്രെയിനിലെ ഫുഡ് കഴിച്ചു. എന്തുമായിരുന്നു എൻ്റെ പൊന്നോ. ഉപ്പുമില്ല, എരിയില്ല, ഒന്നുമില്ലാത്ത സാധനം. കൂടെ ചപ്പാത്തിയുണ്ട്, കടിച്ച മുറിയാത്ത ചപ്പാത്തി. എല്ലാം കൂടെ എന്തായാലും പെട്ടുപോയി. നമ്പരൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്, വിളിക്കാമെന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഉണ്ട്. എന്തായാലും നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള 2 പേര്. മറ്റേ फुल्ली नॉर्थ इंडियन गड़बड़ हो जाओ तो सबको बड़ी दिल्ली में ट्रेन करके साफ करके वो RPO को बुला देगा पुलिस को. എന്തുവാ പ്രശ്നം അറിയാം? നമ്മളെ ഈ ആ AC കോച്ചിന്റെ അപ്പുറത്തെ സൈഡ് ലോക്കലാ. അപ്പൊ അവിടെ ഒരു ഇതുപോലെ ഒരു ഡോറുണ്ട് അങ്ങോട്ട് പോകാനും വരാനും ഉള്ളത്. അപ്പം അത് ലോക്ക് ചെയ്തിടണമെന്നാണ് പുള്ളിക്കാരൻ പറയുന്നത്. ഈ പുള്ളി തമിഴ്നാട്ടുകാരനാണേ. പുള്ളിയെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചായ കൊടുക്കുന്ന ആൾക്കാരൊക്കെ എപ്പോഴും അതുവഴി അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. അത് ലോക്ക് ചെയ്തിടാൻ പറ്റത്തില്ലെന്നാ പ്രശ്നം. അതാണ് പ്രശ്നം. കുറച്ചു നേരമായിട്ട് തുടങ്ങിയതാ. അപ്പൊ ലാസ്റ്റില് TTRനെ പോയി കണ്ടിട്ട് അത് ലോക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്തു. എന്തൊക്കെയാ അല്ലേ ഒരു യാത്രയിലെ. പുള്ളി നിന്ന് പുള്ളി മിലിറ്ററിക്കാനാന്നൊക്കെയാ പറയുന്നത്. ഫുള്ള് ട്രെയിൻ പൂട്ടിക്കും എന്നൊക്കെയാ പുള്ളി പറയുന്നത്. വെച്ച് കാച്ചുവാ, ചട്ടർ വലിച്ചിട്ടത് നിർത്തുമെന്നൊക്കെയാ വെച്ച് കാറ്റുന്നത്. ഗ്രാമത്തിൽ കൂടാണേ. ഇതുണ്ടോ, ഇവിടെ എല്ലാം കൃഷിയാണ്, കൃഷിസ്ഥലമാണ്. തോന്നില്ലേ? ഇതൊരു ചെറിയ സ്റ്റേഷനാ, കൽട്ടാൻ. ഇതൊക്കെ ഒരു ട്രിപ്പ് വിളവെടുത്ത പാടങ്ങളാണ്. അടുത്ത നമ്മളങ്ങനെ ആഗ്ര റെയിൽവേ സ്റ്റേഷനിൽ എത്തി കേട്ടോ. ആഗ്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിസ്റ്റോറിക്കലി ഒത്തിരി പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ്. താജ്മഹൽ, അക്ബറിന്റെ സമാധി, അതുപോലെ ഫോർട്ട്, അങ്ങനെ ഒത്തിരി ഹിസ്റ്റോറിക്കലി വളരെ പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ് ആഗ്ര. മുഗളന്മാരുടെ സാമ്രാജ്യത്തിന്റെ ഒരു തലസ്ഥാനം കൂടിയായിരുന്നു. കമ്പാർട്ട്മെന്റ് തെള്ളുണ്ടോ? അന്യ ഐഡിയ അടുപ്പിച്ച് വീടാ. ഇഷ്ടികയില കേട്ടോ ഇവിടെ വീടുകളെല്ലാം. മേലിംഗ് ട്രെയിനാണേ. കോൺക്രീറ്റ് ഇല്ല, കോൺക്രീറ്റ് കൊണ്ട് അവിടെ വരെ ഉള്ളേ. ഇതുണ്ടോ, ബീമാണ്. ബീമേലെ ഇരുമ്പിന്റെ ഷീറ്റ് വിരിച്ച് ചെയ്തു വെച്ചേക്കുവാണേ. ഇത് ജമ്മു കാശ്മീരിലെ ഒരു മെയിൻ റെയിൽവേ സ്റ്റേഷനാണ്. ഇവിടെ നിന്നാണ് എല്ലായിടത്തോട്ടും കണക്ട് ചെയ്യുന്നത്. ഒരു ഇൻഡസ്ട്രിയൽ ചരക്ക് ഗതാഗതമൊക്കെ നടക്കുന്ന ഒരു മെയിൻ റെയിൽവേ സ്റ്റേഷനാണ് ജമ്മു താവിയിലെ.
എൻ്റെ പൊന്നോ പൊളിച്ച് എന്തോ സീനറിയാണ്, അടിപൊളി. ദൈവമേ, കാശ്മീർ എന്നൊക്കെ പറയുന്നത് ശരിക്കും ഇതൊക്കെയാണ് കാശ്മീരിൻ്റെ സൗന്ദര്യം എന്ന് പറയുന്നത്. ഇനി കുട്ടികളെ സ്കൂളിൽ പോകുന്നത് സെറ്ററൊക്കെ ഇട്ട് എന്താ പൊന്നോ, ഇതുണ്ടോ, എന്താ രസമല്ലേ. നീണ്ട യാത്രയ്ക്ക് ശേഷം ഇന്ന് ഖത്തർ എത്തുവാണ്. അപ്പോൾ ട്രെയിൻ യാത്ര എങ്ങനെ ഉണ്ടായിരുന്നപ്പാ? അടിപൊളിയായിരുന്നു. നല്ല നല്ല യാത്രയായിരുന്നു. ഒരു അലമ്പും ഇല്ല, AC ആയതുകൊണ്ട് ഒരു അലമ്പും ഇല്ല. തണുപ്പ് മാത്രമേ പ്രശ്നമുണ്ട്. ഒരു കമ്പനിയും കാര്യം എല്ലാം ഉണ്ടായിരുന്നു. അതിന് ഇവിടെ നമ്മുടെ സുഹൃത്തും ഉണ്ടായിരുന്നു, ഇതിൻ്റെ ഇവിടുത്തെ ജോലി ചെയ്യുന്ന കക്ഷി. അടിപൊളിയായിട്ട് നമ്മൾ സഹകരിക്കുകയും ചെയ്യുമായിരുന്നു. അടിപൊളിയായിരുന്നു. നിങ്ങളിപ്പോൾ അതുകൊണ്ട് സംസാരിക്കാം, അവൻ കാണണം. ഇപ്പോൾ പോകാനത്ത് കണ്ടിട്ടില്ലേ പോകാൻ പറ്റത്തുള്ളൂ. സൂപ്പറായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് പറ്റിയെന്ന് ഞങ്ങൾക്ക് ഇവിടെ അപ്പർ പിന്നെ ബർത്താ കിട്ടിയത്, അത് മാത്രമേ ഉള്ളായിരുന്നൊരു പ്രശ്നം. കാരണം പകലൊക്കെ നമ്മൾ അങ്ങനെ ഉറങ്ങത്തില്ലല്ലോ, അപ്പോൾ ഒന്ന് ഇറങ്ങി വരാനും എടുക്കാനും ഒക്കെ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു. അത് മാത്രമേ ഉള്ളൂ. പിന്നെ വേറെ കാര്യം എന്ന് വെച്ചാൽ ട്രെയിനിലെ ഫുഡ് ഭയങ്കര പ്രശ്നമാണ്. പിന്നെ എങ്ങനെയുണ്ടായിരുന്നു? ചപ്പാത്തി അല്ല, കല്ലടിക്കുന്നുണ്ട്. പക്ഷേ സൊമാറ്റോ ബുക്ക് ചെയ്തപ്പോൾ അടിപൊളിയാണ്. അത് നല്ലതായിരുന്നു. നൂഡിൽസും ബിരിയാണി അത് സൂപ്പറായിരുന്നു. പക്ഷേ ട്രെയിനിൽ കിട്ടുന്ന ഫുഡ്, പിന്നെ ഈ സമോസ അങ്ങനെയൊക്കെ ഉള്ള എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച് കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് അതൊന്നും വലിയ കുഴപ്പമില്ല. ബാക്കിയൊക്കെ ശോകം. പമ്പയാറ്റി പോലും ഇത്ര വെള്ളം കാണത്തില്ല, അതിനേക്കാൾ വെള്ളമായിരുന്നു. ഒരു കഷ്ണം രണ്ട് കടലയൊക്കെ ഇട്ടിട്ട് ഫുള്ള് വെള്ളം. ഭയങ്കര രസമായിരുന്നു. എന്തായാലും അതൊരു സൂപ്പർ എക്സ്പീരിയൻസ് ആയിരുന്നു. രാവിലെ കളയുമായിരുന്നു. ഞാനും അധികം കഴിച്ചില്ല. പിന്നെ വിശപ്പല്ലയോ, എന്തെങ്കിലും നമ്മൾ ഒന്ന് കഴിക്കണ്ടേന്ന് വിചാരിച്ചിട്ട് ബിരിയാണി അത് കൊള്ളായിരുന്നു. ട്രെയിനിൽ കിട്ടുന്ന ഫുഡൊക്കെ അതും വെളിയിൽ നിന്നായിരുന്നു. ട്രെയിനിലേ അല്ല, വെളിയിൽ നിന്ന് സ്റ്റേഷനിൽ നിന്ന് വാങ്ങിച്ചതായിരുന്നു ഫ്രൈഡ് റൈസ്. അതും വലിയ കുഴപ്പമില്ല. പിന്നെ രാവിലെ ഒന്നും ട്രെയിനിൽ നിന്ന് വാങ്ങിച്ചില്ല. ഇനിയിപ്പം ഖത്തറിൽ പോയിട്ട് അവിടെ നിന്ന് എന്തെങ്കിലും ഹോട്ടലിൽ നിന്ന് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത്രയാണ് നമ്മുടെ യാത്രയുടെ വീഡിയോസ്. ഇനിയിപ്പം ഖത്തറിൽ ഇറങ്ങിയതിന് ശേഷം ബാക്കിയുള്ളതുമായിട്ട് പുറകാലെ വരും. ബൈ ബൈ.